ലീല ടിപ്സ് ആൻഡ് ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പണികളും കൂടി ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ നാളെ ഏറ്റുമാനൂർ ഓണാഘോഷ പരിപാടികളാണ്. അപ്പം അമ്മ അങ്ങോട്ട് പോയി, നമ്മളും കൂടി പോകേണ്ടതാണ്. പക്ഷെ നമുക്ക് നാളെ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകത്തെ വീട്ടിലത്തെ കല്യാണമാണ്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അമ്മ എന്തായാലും ഇന്ന് പോയി, അവിടെ പോകണമല്ലോ, അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയി. നമ്മൾ നാളെ കല്യാണത്തിന് പോകും ഇവിടെ. അപ്പോൾ നമ്മുടെ ഓണാഘോഷം എങ്ങനെയാണെന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇവിടെ കൂട്ടി ഇവിടെ നന്നായിട്ട് ഓണം ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നത്. പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് നാട്ടിൽ നിന്നുള്ളവർക്കൊക്കെ ഇവിടെ വന്നാലേ തണുപ്പ് പറ്റത്തില്ല. എന്തായാലും നമ്മൾ നാളെ കല്യാണം കഴിഞ്ഞിട്ട് പോകും. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് തീരുമാനിച്ചില്ല. എല്ലായിടത്തും എല്ലാവർക്കും പനിയാ, അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യണം. അപ്പം ഇന്ന് എന്താന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ താമസിച്ചു. പിന്നെ ചോറ് വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, മറ്റേ ബിരിയാണി റൈസും കുറച്ച് ഇരിപ്പുണ്ട്. എങ്കിൽ പിന്നെ അതെല്ലാം കൂടി ഇട്ടൊന്ന് ഒരു മന്തി പോലെ ആക്കുവാണെങ്കിൽ കുഞ്ഞിക്കും പോപ്പിക്കും സന്തോഷമാകും, എനിക്കും പണി എളുപ്പമാകും. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കാം. കൊറേ ദിവസം കൂടി നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും, മൂടിയിട്ടൊന്നും ഇല്ല, എന്നാ വെയിലില്ലെന്ന് ഇത്. ഇടയ്ക്കിടയ്ക്ക് വെയിലൊക്കെ വരുന്നുണ്ട്, അങ്ങനെ അങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ പറഞ്ഞോളൂ വെയില് തെളിഞ്ഞു, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിപ്പുണ്ട് വെയില്. കുഞ്ഞി ഇത് കണ്ടോ, ഇന്നലെ ബിന്ദു ചേച്ചിയൊക്കെ വന്നില്ലേ കുഞ്ഞെ കാണാൻ തിരുവനന്തപുരത്ത് നിന്ന്. അപ്പൊ നമുക്ക് കൊണ്ടുവന്നതാണ് അവര് ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയുവേ. അവര് മൂന്നാറൊക്കെ പോയിട്ട് വന്നപ്പം വട്ടവടയെന്ന് വാങ്ങിച്ചത്. ഇത് പച്ച വെളുത്തുള്ളിയാ. ഞാൻ അതാ നോക്കി, എന്നാ വെളുത്തുള്ളിയാന്ന്. ഇത് കണ്ടോ, ഞാനത് പൊളിച്ചത്. ഇത് നല്ല വലുതല്ലേ? വലുതുവാ, പച്ച ഉണങ്ങാത്ത വെളുത്തുള്ളിയില്ലേ, നല്ലതായിരിക്കും കറിയത്തൊക്കെ ഇടാൻ. പക്ഷെ ഇതിന് ഉണങ്ങിയ വെളുത്തുള്ളി ടേസ്റ്റ് അല്ല കേട്ടോ. അത് കുഴപ്പമില്ല. വീര്യം വരുന്നില്ല ഇത്. ഇനി ഉണങ്ങി എടുക്കണം, നമുക്ക് ഉണങ്ങി വരണം തോന്നുന്നു. ഫ്രഷ് വെളുത്തുള്ളി, ഫ്രഷ് ഉരുളക്കിഴങ്ങും. മന്തിയൊക്കെ സെറ്റ് ആക്കിക്കോളൂ. മന്തി ഉണ്ടാക്കാം. അമ്മ അവിടെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന നേരത്തിന് വെയിൽ കൊള്ളാന്നോർത്ത് വന്നതാ. പക്ഷെ അന്നത്തേനും വേണ്ടേ, മഴ പെയ്യാൻ തുടങ്ങി. വെയിലും ഉണ്ട് മഴയും ഉണ്ട്. മഴ കാണത്തില്ല, നൂല് മഴ പോലെ മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പം പോവായിരിക്കും, വെയിലുള്ളതുകൊണ്ട്. മഴ തൂളാൻ തുടങ്ങിയത് കൊണ്ട് പോയി തുണിയെല്ലാം എടുത്തോണ്ട് വന്നു. എന്തോ അമ്മേ മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കുവാണോ? തക്കാളിയൊക്കെയോ? ഇന്നത്തെ ഒരു വെറൈറ്റി മന്തി ആയിരിക്കും. മന്തി ഒന്നും പറയാനില്ല, നമുക്ക് ഉച്ചയ്ക്കമ്മയ്ക്ക് ചോറുണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് പണി കുറയ്ക്കാൻ വേണ്ടി കുറെ അരിഞ്ഞിട്ട് സെറ്റ് ആക്കുവല്ലേ. നീ കഴിച്ചു കഴിഞ്ഞിട്ട് പറ. കോൺഫിഡൻസ് ആണോ? പിന്നെ സെറ്റ് ആക്കിക്കോ. കണ്ടോ അമ്മ തുണിയെല്ലാം എടുത്തോണ്ട് പോയതും വേണ്ട വെയില്. നമ്മളിത് വലുതായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ, എക്സ്പ്ലെയിൻഡ് ആയിട്ട്. അല്ലല്ല, നമ്മൾ ഇട്ടിട്ടുള്ളതല്ലേ മന്തിയുടെ, അപ്പൊ എക്സ്പ്ലെയിൻഡ് ആയിട്ട് കാണിക്കണ്ട, ചുമ്മാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. അപ്പൊ എന്നൊക്കെ അമ്മ എടുത്തു വെച്ചേക്കുന്നേ? ഇത് കൊളവാകുന്ന വിചാരിച്ചല്ലേ? അല്ലല്ല, എന്നൊക്കെ എടുത്തു വെച്ചേക്കുന്നേ? ഇതെന്നാ കൈ കിട്ടിയ മസാലകളൊക്കെ എടുത്തു വെച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം ഉണ്ട്. നമ്മളെ മന്തി വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ലിങ്ക്. അതിൽ നിന്ന് കണ്ടാ മതി. ഞാൻ ഉണ്ടാക്കിയ മന്തിയാ. എനിക്ക് തോന്നി. കുഞ്ഞേ, അച്ഛയെ വിളിച്ചേ. അച്ഛ ഇപ്പൊ വന്നു. മന്തി ഒന്ന് തുറന്നേ, മന്തി ബിരിയാണി മിക്സ്. പോപ്പി, എന്റെ മന്തി തുറക്കാൻ പോവുകയാണ്. റെഡി, 1 2 3. ഇതെന്തോ സംഭവം കാണുമ്പോ നിങ്ങൾ ഓർക്കല്ല ഞാൻ ഇപ്പോഴാ തുറക്കുന്നത്. നീ മുമ്പ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വരുവാണ് തരാന്ന്. ഞാൻ നേരത്തെ ഒന്ന് തുറന്ന് റെഡിയാക്കി വെച്ചായിരുന്നു, എന്നിട്ട് വേണ്ട നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ. സർപ്രൈസ് തരാനായിട്ടാണ്. അതെ. അല്ലാതെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തുറന്നിട്ടേ ഇതിനകത്ത് വെള്ളം പറ്റാതെയോ കരിഞ്ഞിരിക്കുവല്ലോ ചെയ്യണതിന് എന്റെ അവസ്ഥ എന്നതായിരിക്കും. പക്ഷെ സെറ്റായി, കഴിച്ചേക്കാം. കറക്റ്റ് ആയിരുന്നു വെള്ളം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. കഴിച്ചേക്കാം. എന്ത് കഴിച്ചിട്ടേ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് കഴിക്കൂലേ, നമ്മൾ
ഒരു പ്രാവശ്യം റെഡിയാക്കി തന്നില്ലേ ആ. ഉം. എന്ന് പറഞ്ഞാൽ അതേ ടേസ്റ്റ്. ആ മസാല ഇട്ടായിരുന്നു ഇച്ചിരി. കണ്ടോ? തമിഴ്നാട് മസാല. സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നല്ലേ? ആ. നമ്മള് അതിന്റെ ഒരു ടേസ്റ്റ്. അതിന്റെ ടേസ്റ്റാ, അതിന്റെ ഒരു മണമില്ലേ. സാധനം കൊള്ളാം. ഒരു പരിപാടി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാ അക്കായ അണ്ണനും കൂടെ വന്ന് വിളിച്ചിട്ടാ പോയത്. ആ. അവിടെ ഏതോ ഒരു അമ്പലത്തിൽ എന്തോ പരിപാടിയാ, അവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട്. ആ, അവിടെ എന്തോ അവര് ഈ നമ്മളിപ്പോ ഈ ആടുകെട്ട് കോഴിവെട്ടൊന്നും ഇല്ലല്ലോ, ഇപ്പൊ അവിടെ എന്തോ നേർച്ച ഏതാണ്ടുണ്ട്. ആ. അവരുടെ എന്തോ ആടോ കോഴിയോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. ഭയങ്കര മമ്പം പരിപാടിയാ, ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച. ഞാൻ പറഞ്ഞു ഓണത്തിന്റെ തിരക്കാ എന്നൊക്കെ പറഞ്ഞു. ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല, വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാന്നോ അവരിന്നാളെ നമ്മളെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വിളിച്ചായിരുന്നു, എന്തോ ഫംഗ്ഷനൊക്കെ. നല്ല നമ്മൾ ഓരോ അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉള്ളപ്പോഴായിരിക്കും അവര് വിളിക്കുന്നത്. അതുകൊണ്ടാ പോവാൻ പറ്റാഞ്ഞെ. ഒന്ന് കഴിച്ചോ. ഇരും തരും. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കൊള്ളാം. കൊള്ളാം. സൂപ്പർ സാധനം. ആ, പക്ഷെ ഈ കഷ്ടപ്പെട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ലേ, ഇത് തട്ടിക്കൂട്ടിയാലും മതിയല്ലേ. അപ്പൊ ഇത് തട്ടിക്കൂട്ടി കൊള്ളാലോ. അപ്പം നല്ല സൂപ്പർ മന്തിയൊക്കെ കഴിച്ചിട്ട് എല്ലാരും കിടന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയല്ലേ. അതിനകത്ത് മയക്കുമരുന്ന് വല്ലതും ചേർത്തിട്ടുണ്ട്. അങ്ങനെയാ, ബിരിയാണി മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും. അതല്ലേ നിങ്ങൾ രണ്ടുപേരോട് ഒരു സിനിമ കണ്ടില്ലേ? എത്ര തവണ കണ്ടടാ സിനിമ? ഏതെങ്കിലും ഒരു സിനിമ കണ്ടാ പിന്നെ അത് പിന്നെ കണ്ടോണ്ടിരിക്കും. വെള്ളിമൂവൊക്കെ 100 തവണ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞിയുടെ ഓണമെല്ലാം കുഞ്ഞി ഊഞ്ഞാൽ ഇന്നും കെട്ടാന്ന് കൊണ്ടുവന്ന മഴയായി. ഊഞ്ഞാലൊന്നും വേണ്ട, നമ്മള് നാട് വിടുവല്ലേ. നാടുകൂടി വേണം. നമുക്ക് നാട് വിട്ടേക്കാം. ആരും ഇങ്ങോട്ട് വരത്തില്ല, എന്നാ പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയേക്കാം അല്ലേ. അതെ അതെ. അച്ചമ്മച്ചി ഏതായാലും ഏറ്റുമാനൂരോട്ട് പോയി. ആ നാളെ അവിടെ ജോയിൻ ചെയ്യും. ഇന്ന് ജോയിൻ ചെയ്യും. നാളെ അവിടുത്തെ പരിപാടിക്കകത്ത് കൂടിയിട്ട് കോരത്തോട് വീട്ടിലോട്ട് വരുമെന്നല്ല പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ ഇറങ്ങി കട്ടപ്പനയൊക്കെ ഇറങ്ങി അതിൻ്റെ കോരത്തോട് വീട്ടിലൊന്ന് പോയിട്ട് അച്ഛനെ അമ്മച്ചിയൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞിട്ട് ആറ്റി പോവുക. ആറ്റി പോയി ചാടണം. അതാ മെയിൻ ലക്ഷ്യം. കുഞ്ഞിക്ക് കോരത്തോട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആറ്റി പോയി ചാടുക എന്നുള്ളതാണ്. ഞാനേ ഇന്ന് ഈ റോഡ്, നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് അങ്ങനെ വലിയ വണ്ടികളൊന്നും പോകില്ലേ, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. ഇന്ന് എന്ത് വണ്ടിയാണെന്നുണ്ടോ? കല്യാണ വീട്ടിലോട്ടുള്ള വണ്ടികൾ. ഫംഗ്ഷൻ രാവിലെ തൊട്ട് തുടങ്ങിയതാ. ഗാനമേള വൈകിട്ടാന്ന് തോന്നുന്നു. പാട്ടൊക്കെ വെച്ച്. അതെ, സത്യമല്ല, ഈ വഴി അങ്ങനെ ആൾക്കാരെ കാണാനേ ഇല്ല. അപ്പോഴേ ഞാനൊരു കാര്യം ചെയ്യും, എനിക്ക് ടൗണിലൊക്കെ ഒന്ന് പോകണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയും ചിപ്സും ഒക്കെ കുറേ ഇല്ലേ, അവിടെയൊക്കെ കൊടുക്കാനുള്ളതല്ലേ. നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും കൊടുക്കണ്ടേ. അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യും. കുഞ്ഞിയെ ചേട്ടാത്തിനെയൊക്കെ കൂടി. ചേട്ടാച്ച വണ്ടി കഴുകാൻ പോയെന്ന് തോന്നുന്നു. പോയി അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണാം.